ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പാർട്ട് 6 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് ഹൂ ഒബ്റ്റെയിൻഡ് എ ലോ ഗ്രേഡ് ഇൻ എ ഡ്രോയിങ് കോമ്പറ്റീഷൻ ബ്ലെയിംഡ് ദ ജഡ്ജസ് ടു ബി ബയാസ്ഡ്. വിച്ച് ഡിഫെൻസ് മെക്കാനിസം ഡിഡ് ഹീ മേക്ക്? ഈ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പാസ്സാവാത്ത ഒരു കുട്ടി ജഡ്ജസിനെ കുറ്റപ്പെടുത്തുന്നു. അതായത് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നു. അത് ഏത് മെത്തേഡെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്? മറ്റൊന്നുമല്ല, അതാണ് പ്രൊജക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആ ഡിഫെൻസ് മെക്കാനിസം കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞു, റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുക. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു കാര്യം ആ രീതിയിലേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ക്യാരക്ടർ ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാൻ വേണ്ടി നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സ്പ്ലനേഷൻ ഫുള്ള് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 10ഓളം ഉണ്ട്. അത് ഇപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, ദെൻ യൂസ് ഓഫ് ടെലികാസ്റ്റ് മെറ്റീരിയൽസ്. ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ? എൻഹാൻസസ് കോൺസെൻട്രേഷൻ ആൻഡ് ലേണിംഗ്. ദെൻ റെഡ്യൂസസ് ദ ബർഡൻ ഓഫ് ദ ടീച്ചർ. ഇൻക്രീസസ് റിറ്റൻഷൻ പവർ. ടെലികാസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കുട്ടികളിൽ കോൺസെൻട്രേഷൻ ആൻഡ് ലേണിംഗ് അത് കൂട്ടാൻ നമുക്ക് പറ്റും. പിന്നെ ടീച്ചേഴ്സിൻ്റെ ബേർഡൻ കുറയ്ക്കാൻ പറ്റും. പല കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ കുട്ടികൾ ലേൺ ചെയ്യുന്നു. പിന്നെ റിറ്റൻഷൻ പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഓർമ്മിച്ചിരിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കുണ്ടാകുന്നു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എഡ്ഗാർ ഡെയിലിനെ എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. എഡ്ഗാർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, അത് ഇപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ ദോസ് ഡിവൈസസ് ബൈ ദ യൂസ് ഓഫ് വിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ പേഴ്സൺസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ വേരിയസ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് സിറ്റുവേഷൻ ഈസ് ഹെൽപ്ഡ്. ഓക്കെ, ദീസ് ആർ ഓൾസോ ടേംഡ് ആസ് മൾട്ടി സെൻസറി മെറ്റീരിയൽസ്. ഇത് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. എഡ്ഗാർ ഡെയിൽ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ആദ്യം നമുക്ക് നോക്കാം ഓഡിയോ എയ്ഡ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓഡിയോ മെറ്റീരിയൽസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി ഹേർഡ്. ഓഡിയോ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കേൾക്കാൻ മാത്രം കഴിയുന്ന മെറ്റീരിയൽസ്. ഏതൊക്കെയാണത്? റേഡിയോ, ടേപ്പ് റെക്കോർഡർ, വാക്ക്മാൻ, ഹെഡ്ഫോൺസ്, ഇതൊക്കെയാണ്. ദെൻ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ മാത്രം, വിഷ്വലൈസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണത്? ഗ്രാഫിക് എയ്ഡ്സ്, 3D എയ്ഡ്സ്, ഡിസ്പ്ലേ ബോർഡ്സ് ആൻഡ് പ്രിൻറ്റ് മെറ്റീരിയൽ. ഓക്കെ, ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. ദീസ് എയ്ഡ്സ് ക്യാൻ ബി ഹേർഡ് ആൻഡ് സീൻ സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അത് ഏതൊക്കെയാണ്? പ്രൊജക്റ്റഡ് എയ്ഡ്സ് ഉണ്ട്, TV, ഫിലിംസ്, അതെല്ലാം. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സും ഉണ്ട്. പിന്നെ എഡ്ഗാർ ഡെയിൽ എന്താണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ പറ്റി പറഞ്ഞേക്കുന്നതും കൂടെ നോക്കുക. ദെൻ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഈസ് പോസിബിൾ ഇൻ ടീച്ചിങ് ത്രൂ. മാക്സിമം സ്റ്റുഡൻസിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏത് ടീച്ചിങ് മെത്തേഡിൽ കൂടിയാണ്? ലെക്ചർ മെത്തേഡിൽ ടീച്ചറിന് മാത്രമേ അവിടെ പാർട്ടിസിപ്പേഷൻ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിൽ മാക്സിമം സ്റ്റുഡൻസിനെയാണ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓഡിയോ വിഷ്വലിനാണ്. അപ്പോൾ ഏതായിരിക്കും? ഡിസ്കഷൻ മെത്തേഡ്. അത് കുറേ കുട്ടികൾ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എഫക്റ്റീവ് ടീച്ചിങ് മീൻസ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇതിൽ ഏതാണ് അല്ലാത്തതാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ബി. എ ടീച്ചർ ഫൈൻഡ്സ് ഫോൾട്ട് ഇൻ ഹിസ് സ്റ്റുഡൻസ്. അതൊരിക്കലും ഒരു എഫക്റ്റീവ് ടീച്ചിങ് അല്ല. എൻ്റെ സ്വന്തം സ്റ്റുഡൻസിൽ ഞാൻ തന്നെ ഫോൾട്ട് കണ്ടുപിടിക്കരുത്. അതൊരു എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് അല്ല. ഓക്കെ, ടീച്ചിങ് അല്ല. ദെൻ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വായിക്കുക. എക്സെപ്റ്റ് ഉണ്ട്, ഇതിലില്ലാത്തത് ഏതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, എ ടീച്ചർ ഇൻ ദ ക്ലാസ് ഷുഡ് കീപ് ദ പിച്ച് ഓഫ് ഹിസ് വോയിസ്. ഭയങ്കര ഉച്ചത്തിലായിരിക്കണോ? അല്ലെങ്കിൽ വളരെ പതുക്കെ ആയിരിക്കണോ?
അല്ലെങ്കിൽ നണ്ണ് അതാണ് കൊടുത്തേക്കുന്നത്. ഹൈ ആണോ ലോ ആണോ മോഡറേറ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ നണ്ണ്, അത് വേണ്ടല്ലോ. അപ്പം മോഡറേറ്റ് ആയിരിക്കണം. വളരെ ഉച്ചത്തിലും ആയിരിക്കത്തില്ല, എന്നാൽ വളരെ താഴ്ന്നും ആയിരിക്കരുത്. അതാണ് മോഡറേറ്റ്. എ ടീച്ചർ എന്താണ് ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ആ ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷുഡ് ഇൻട്രൊഡ്യൂസ് ദ ലെസൺ ബിഫോർ ഹി സ്റ്റാർട്ട്സ് ടീച്ചിങ്, ഷുഡ് ഹാവ് കമാൻഡ് ഓവർ ഹിസ് ലാംഗ്വേജ്, ഷുഡ് ഹാവ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്റ്റ്. ഇതെല്ലാം ഒരു ഗുഡ് ടീച്ചറിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. ഇഫ് സ്റ്റുഡൻസ് ആർ നോട്ട് ഏബിൾ ടു ഫോളോ യു ഷുഡ്. ടീച്ചറിന് പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഗിവ് ദം എ പ്രോംപ്റ്റ്. അതായത് ആ കുട്ടികളെ ആ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ എന്താണോ ഏത് ടോപ്പിക്കാണോ പഠിപ്പിക്കുന്നത് അതിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കും. മേക്ക് ദ മാറ്റർ ഈസി. കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ആ കോംപ്ലിക്കേഷൻസ് കുറച്ച് കൊടുക്കും. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. അതായിരിക്കും ഏറ്റവും നല്ല മാർഗ്ഗം. അതായത് മീൻസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതാണ് ഓൾ ഓഫ് ദ എബോവ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ആ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ദെൻ if remarks are passed by the student on you as a teacher, you will, അത് നിങ്ങൾ ആ ഓപ്ഷൻസ് വായിച്ചിട്ട് അതിൽ നിന്ന് ആപ്റ്റായിട്ട് എഴുതുക. ഓക്കെ. പണിഷ് ചെയ്യാനുള്ള സമയം കിട്ടും. എക്സ്പെൽ ഫ്രം ദ സ്കൂൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റത്തില്ല. ടേക്ക് റിവെഞ്ച് വൈൽ ഇവാലുവേറ്റിംഗ് ഇൻറ്റേർണൽ ടെസ്റ്റ് കോപ്പീസ്. അതായത് കുട്ടികൾ നമുക്കൊരു കമൻറ്റ് പാസ്സാക്കിയെന്നും പറഞ്ഞ് ഇവാലുവേഷനിൽ നമ്മൾ ഒരു കാരണവശാലും ഈ പാർഷ്യാലിറ്റി കാണിക്കരുത്. ദെൻ ബി ഇംപാർഷ്യൽ അറ്റ് ദ ടൈം ഓഫ് ഇവാലുവേഷൻ. കുട്ടികൾ എന്ത് ചെയ്താലും നമ്മൾ ഇവാലുവേഷനിൽ ഒരിക്കലും പാർഷ്യൽ ആവരുത്, ഇംപാർഷ്യൽ തന്നെ ആയിരിക്കുക. ഓക്കെ. ഓക്കെ. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ആൻ എഫക്റ്റീവ് ടീച്ചർ എക്സെപ്റ്റ് വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. ഏതായിരിക്കും അല്ലാത്തതാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഗിവിങ് ഡിഫറൻഷ്യൽ പണിഷ്മെൻറ്റ്സ് ടു ഹിസ് ക്ലാസ്. അതായത് വെവ്വേറെ പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. അതൊരു എഫക്റ്റീവ് ടീച്ചറിൻ്റെ ഗുണമല്ല. പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ദെൻ ഷിഫ്റ്റിംഗ് ഫ്രം റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഇൻ USA ടു എ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഇൻ ഇന്ത്യ ഈസ് ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ്, എന്താണ് ആൻസർ അവിടെ കൊടുത്തേക്കുന്നത്? നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പം ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മളെ പിന്നീട് എപ്പോഴെങ്കിലും വേറൊരു കാര്യം പഠിക്കുമ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അതിന് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയും. അതായത് ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രീവിയസ് ലേണിംഗ് ഓൺ എ പ്രസൻറ്റ് ലേണിംഗ് ഈസ് സെറ്റ് ടു ബി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം ഇപ്പം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നു. ഇതിൽ തന്നെ 3 ടൈപ്സ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ ആൻഡ് സീറോ ട്രാൻസ്ഫർ. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പം when the previous learning task facilitates the present learning task. അതായത് നേരത്തെ പഠിച്ചത് നമ്മളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. ഓക്കെ. അതായത് അഡിഷനും സബ്ട്രാക്ഷനും പിന്നീടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അവിടെ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. പിന്നെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ USA ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതിനെ നെഗറ്റീവ് അല്ലെങ്കിൽ അതിനെ ഹിൻഡർ ചെയ്യുന്നു. അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയും. ഹിൻഡർ ചെയ്യുന്നു, നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. പിന്നെ സീറോ ട്രാൻസ്ഫർ ഉണ്ട്. അതായത് അതിനെ ഓപ്പോസിറ്റും ചെയ്യുന്നില്ല ഹെൽപ്പും ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദ ലേണിംഗ് ഓഫ് ലാംഗ്വേജസ് അല്ലേ. അതിന് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് ബുദ്ധിമുട്ടിക്കുന്നുമില്ല ഹെൽപ്പും ചെയ്യുന്നില്ല. അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നു. അതിനെയാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. അതാണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പ്രൊസീജിയർ ദ റോൾ ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് ഈസ് സ്ട്രൈക്കിംഗ്ലി സിഗ്നിഫിക്കൻറ്റ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് റിവാർഡും റീഎൻഫോഴ്സ്മെൻറ്റുമാണ്. Okay, then a very useful principles of learning is that new response is strengthened by the reinforcement. Okay, അത് ആ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ വരുന്നതാണ്. അതാണ് a very useful principle of learning is that new response
is strengthened by reinforcement. Then, who preferred to call classical conditioning by the name of sign learning? അത് ജസ്റ്റ് ഞാൻ കണ്ടതുകൊണ്ടിട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ മോവറർ. ഓക്കെ, മോവറർ ആണ് അങ്ങനെ പറഞ്ഞത്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ സൈൻ ലേണിംഗ് എന്ന് വിളിച്ചത് ആരാണ്? മോവറർ. ഓക്കെ. Then, whenever behavior is correlated to specific eliciting stimuli, it is a respondent behavior. അത് ആ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ബിഹേവിയർ ഉണ്ട്. ഏതൊക്കെയാണ്? റെസ്പോണ്ടൻറ്റ് ബിഹേവിയറും ഓപ്പറൻറ്റ് ബിഹേവിയറും. റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ ഒരു സ്റ്റിമുലൈ ഉള്ളപ്പോൾ എലിസിറ്റ് ചെയ്യുന്നതാണ് റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ. ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൈ ഇല്ലെങ്കിലും ആ ഓർഗാനിസം ആ ബിഹേവിയർ എലിസിറ്റ് ചെയ്യും. Okay, next question. A 14-year-old boy who runs away from school habitually without proper permission can be named as juvenile delinquent. Okay, juvenile delinquency. Adolescent ആ പോർഷനിൽ വരുന്നതാണ് juvenile delinquency. Then, Right to Education Act was established on 2009. 2010 അല്ല, 2009ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എനാക്റ്റഡ് അല്ല, ഇത് എനാക്ട് ചെയ്തതാണ് April 1, 2010. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറാണ് 2009. കമ്മിൻഡ് ഫോഴ്സ് അല്ലെങ്കിൽ എനാക്ട് ചെയ്തതാണ് April 11, 2010. തെറ്റിക്കരുത്. ഓക്കെ. ദെൻ സെലക്ട് ദ പേഴ്സൺ ഹൂ സ്റ്റേറ്റഡ് അഡോളസെൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ഇത് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിലും കൊടുത്തിരുന്നു. ഞാൻ കുറേ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ആരാണത്? സ്റ്റാൻലി ഹോൾ. മറക്കരുത്. ദെൻ പെക്യുലിയർ നേച്ചർ ഓഫ് അഡോളസെൻസ് സച്ച് ആസ് ഡിസയർ ടു ബി നോട്ടീസ്ഡ് ആൻഡ് തിങ്സ് എവരി വൺ ഈസ് നോട്ടീസിങ് ദം ഈസ് നെയിംഡ് ആസ്. അതായത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ അഡോളസെൻറ്റിൽ ഉണ്ടാകുന്നു. അത് ഏത് നേച്ചറാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയും. അതായത് ആ അഡോളസെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് അത് ജെൻഡർ ഐഡൻറ്റിറ്റി. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു തോന്നൽ, അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിങ് ചൈൽഡിഷ്ലി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? റിഗ്രഷൻ. അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഡിഫെൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. അതായത് ഒരു ഇളയ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടിക്ക് ഒരു ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടിയും നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ പോലെ, അതായത് ചെറിയ കുട്ടികളുടെ കൂട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനെ റിഗ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശ്രദ്ധ കിട്ടുന്നു. ഓക്കെ. ദെൻ റണ്ണിങ് ഓഫ് വേർഡ്സ് ടുഗദർ ഈസ് എ സ്പീച്ച് ഡിഫക്റ്റ് നോൺ ആസ്. അതായത് റണ്ണിങ് ഓഫ് വേർഡ്സ് ടുഗദർ ഈസ് എ സ്പീച്ച് ഡിഫക്റ്റ് നോൺ ആസ്. സ്പീച്ച് ഡിഫക്റ്റിൽ വരുന്നതാണ്. എന്താണത്? സ്ലറിങ്. പെട്ടെന്ന് വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് സ്ലറിങ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് സ്പീച്ച് ഡിഫക്ട്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ലിസ്പിംഗ് ഈസ് എ ഡിഫിക്കൽറ്റി ലേണിംഗ് ടു മേക്ക് എ സ്പെസിഫിക് സ്പീച്ച് സൗണ്ട് ഓർ എ ഫ്യൂ സ്പെസിഫിക് സ്പീച്ച് സൗണ്ട്. അതായത് ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ കുറേ വാക്കുകൾ ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ലിസ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ ഡിഫക്റ്റ് ഇൻ ദ പ്രീ സ്കൂൾ ചിൽഡ്രൻ. മലയാളത്തിൽ പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? കൊഞ്ഞ എന്ന് പറയത്തില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ചില വാക്കുകൾ നല്ല രീതിയിൽ പറയാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ ലിസ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? സ്ലറിങ്. വെൻ ദ ചൈൽഡ് ഈസ് നോട്ട് ഏബിൾ ടു പ്രൊനൗൺസ് എനി വേർഡ് ക്ലിയർലി ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ലറിങ്. റിസൾട്ട് ഫ്രം റണ്ണിങ് വേർഡ്സ് ടുഗദർ. പെട്ടെന്ന് അതായത് ഒരു വാക്ക് പെട്ടെന്ന് പറയാൻ പറ്റാതെ പെട്ടെന്ന് പറയാന്നുള്ള മീൻസ് എല്ലാം കൂടെ പെട്ടെന്ന് പറയുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അതിനെ സ്ലറിങ് എന്ന് പറയുന്നു. പിന്നെ സ്റ്റട്ടറിങ്, എ ടൈപ്പ് ഓഫ് ഹെസിസ്റ്റൻ്റ് റിപ്പറ്റേറ്റീവ് സ്പീച്ച്. അതിനെയാണ് നമ്മൾ വിക്ക് എന്ന് പറയുന്നത്. സ്റ്റട്ടറിങ് എന്നും പറഞ്ഞു വരത്തില്ല, അതിനെയാണ് സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. റെപ്പറ്റേറ്റീവ് സ്പീച്ച് ഓർത്തിരിക്കുക, റെപ്പറ്റേറ്റീവ് സ്പീച്ച്. ദെൻ സ്റ്റാമറിങ്. ഇൻ സ്റ്റാമറിങ് ദെയർ ഈസ് എ ചെക്ക് ഇൻ സ്പീച്ച്. ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പറയുന്നു. ദെൻ നോ സ്പീച്ച്. ഓക്കെ, അതാണ്. ദെൻ സഡൻ സ്പീച്ച് ആൻഡ് ദെൻ എഗെയിൻ നോ സ്പീച്ച്. അതിനെയാണ് സ്റ്റാമറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുക, പിന്നെ പെട്ടെന്ന് തന്നെ പറയുക, വീണ്ടും ഒരു കാര്യങ്ങൾ പറയാതിരിക്കുക, അങ്ങനെയുള്ളതിനെയാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിത്രയുമാണ് നമ്മുടെ എന്താണ് ഈ ഡിഫക്ട്സ് ഇൻ സ്പീച്ചിൽ വരുന്നത്. ഓക്കെ,
സ്പീച്ച് ഡിഫക്റ്റിൽ വരുന്നതാണ് ലിസ്പിങ്, സ്ലറിങ്, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കൺസെപ്റ്റ് വാസ് എംഫസൈസ്ഡ് ആസ് ദ മെയിൻ ഫോക്കസ് ഓഫ് അഡോളസൻസ് ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ എറിക്സൺ. എറിക്സണിൻ്റെ ഒരു തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കറക്റ്റ് നോക്കുക. ഓക്കെ, സി ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് എറിക്സൻ്റെ തിയറിയിൽ പറയുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കോൺസെപ്റ്റ് വാസ് എംഫസൈസ്ഡ് ആസ് ദ മെയിൻ ഫോക്കസ് ഫോർ adolescence as described by എറിക് എറിക്സൺ. ആൻസർ ഈസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അതിപ്പം അഡോളസൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലേ, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഞാൻ എന്താണ് ചെയ്യണത്, ഞാൻ വലിയ കുട്ടിയാണോ ചെറിയ കുട്ടിയാണോ എന്നുള്ള ഒരു പ്രശ്നം. ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ് അസോസിയേറ്റഡ് മോറൽ ഡെവലപ്മെൻറ്റ് മോസ്റ്റ്ലി വിത്ത് ദ എമർജൻസ് ഓഫ് വിച്ച് പാർട്ട് ഓഫ് ദ സൈക്ക്? മോറൽ ഡെവലപ്മെൻറ്റ് മോസ്റ്റ്ലി എമർജൻസ്, ഇതാണ് ബി, സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ ആണ് മോറൽ ഡെവലപ്മെൻറ്റിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൽ കൊടുത്തിട്ടുണ്ട് 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതാണ് അൺഓർഗനൈസ്ഡ് ഇൻബോൺ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി whose purpose is to immediately reduce tension relating to hunger, sex, aggression and other primitive impulses. അപ്പോഴത്തേക്കിനുള്ള ഒരു സന്തോഷം, ആ പ്ലഷർ ബേസ്ഡ് ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. സന്തോഷത്തിന് വേണ്ടി എന്ന് ചെയ്യുക. ഈഗോ എന്താണ്? ഈ ഇതിൻ്റെ ഈ നല്ല രീതിയിലുള്ള നല്ല നടപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈഗോ ചെയ്യുന്നത്. ഇത് പ്ലഷർ ബേസ്ഡ് ആണ്. ഓക്കെ, ഈഗോ എന്ന് പറയുന്നത് റീസ്ട്രെയിൻസ് ഇൻസ്റ്റിക്ച്വൽ എനർജി ഇൻ ഓർഡർ ടു മെയിൻ ദ സേഫ്റ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ടു ഹെൽപ്പ് ദ പേഴ്സൺ ടു ബി എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഈഗോ കുറച്ചുകൂടെ ചിന്തിക്കും ഇതിനെക്കാട്ടിലും, ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഉള്ളത് ഈഗോ ചിന്തിക്കാം. സൂപ്പർ ഈഗോ അതിനും ഹയറാണ്. എന്താണ്? ദ റൈറ്റ്സ് ആൻഡ് റോങ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് കൺസിസ്റ്റ് ഓഫ് ദ കൺസേൺസ് ആൻഡ് ദ ഈഗോ ഐഡിയൽ. മനസാക്ഷിയെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ കൺസേൺസിനെ ബേസ് ചെയ്താണ് സൂപ്പർ ഈഗോ എപ്പോഴും ചിന്തിക്കുന്നത്. ഓക്കെ, ദെൻ whose theory represents the theory of identical elements in transfer of learning? അത് ആൻസർ ഈസ് സ്കിന്നർ. സ്കിന്നർ ആണ്. അപ്പം അതിൽ ആ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ കുറച്ച് തിയറീസ് വരുന്നുണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ നോട്ട്സിലും ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ 6 തിയറീസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് സൈക്കോളജിസ്റ്റിൻ്റെ പേരുള്ള തിയറീസ് മാത്രം ഞാൻ പറയാം. തിയറി ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് ജൂഡാണ്. ദെൻ തിയറി ഓഫ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിൻ്റെയാണ്. തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് WC ബാഗ്ലി ആണ്. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്കിന്നറിൻ്റെയാണ്. ഓക്കെ, ദെൻ പിയർ പ്രഷർ ഈസ് എന്താണ്? പിയർ പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മീൻസ് കൺഫോമിങ് ടു യുവർ ഫ്രണ്ട്. മീൻസ് കൺഫോമിങ് ടു യുവർ ഫ്രണ്ട്സ്. അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഞാൻ നല്ല ആളായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടണം. അതിനെയാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. ആ ഇത് കിട്ടാൻ വേണ്ടി തന്നെയാണ് പല കുട്ടികളും പലതും ചെയ്ത് കൂട്ടുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങുമോ അല്ലെങ്കിൽ അവൾ എന്നോട് പിണങ്ങുമോ എന്നുള്ളൊരു പ്രഷർ കൊണ്ട് മാത്രമാണ് അവരതിലേക്ക് എത്തിപ്പെടുന്നത്. ആണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. മീൻസ് കൺഫോമിങ് ടു യുവർ ഫ്രണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കുറച്ചിരുന്നു. ഓക്കെ, സോ താങ്ക് യു, ബൈ.